പക്ഷേ ഇന്നത്തെ ഒരു ഗതികേട് എന്താണെന്നറിയോ? പൊട്ടലും ചീറ്റലിനും ഒക്കെ കൂട്ടുനിൽക്കുന്ന ചില ഒറ്റപ്പെട്ട ഞാഞ്ഞൂല് സംഘടനകൾ ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ പേരിടുക അവരുടെ നഗരികൾക്ക്. ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ പേര് പറയാ അവര്. അപ്പൊ ആളുകൾ എന്ത് വിചാരിക്കും? ടിപ്പു സുൽത്താൻ നഗർ എന്ന് പറഞ്ഞൊരു നഗർ വെച്ചിട്ട് ഇവിടെയുള്ള മുഴുവൻ മതക്കാരെയും വെല്ലുവിളിക്കാൻ 4 പേര് ഇറങ്ങിയാൽ മറ്റുള്ള ആളുകളിലേക്ക് ടിപ്പു സുൽത്താൻ ഒരു തീവ്രവാദിയായിരുന്നു. അങ്ങനല്ലേ വിചാരിക്കുക? യഥാർത്ഥത്തിൽ ടിപ്പു സുൽത്താൻ ആരാണ്? അള്ളാഹുവിനെ അറിഞ്ഞു ജീവിച്ച ഈ രാജ്യത്തെ എല്ലാ മതവിഭാഗങ്ങൾക്കും ക്ഷേമം നൽകിയ ഒരു ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അറിയണം, വേറെ കുറെ ചെറുപ്പക്കാർ എവിടെയോ കൂടി കുറെ കൊലവിളി നടത്തിയിട്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ പേര് പറഞ്ഞാൽ ആളുകൾ വിചാരിക്കുമോ സലാഹുദ്ദീൻ അയ്യൂബി അല്പം തീവ്രവാദിയായിരുന്നു, അതുകൊണ്ടാണ് ഈ പിള്ളേരി നഗരിക്ക് ഇങ്ങനെ പേരിടാൻ കാരണം. യഥാർത്ഥത്തിൽ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് മഹാനവറുകൾക്കെതിരെ ഘോരമായി യുദ്ധം ചെയ്ത സൈന്യത്തിന്റെ നേതാവിനെ കിട്ടുക. ആ നേതാവ് പറഞ്ഞു, നിങ്ങൾ മാന്യനല്ലേ, എന്നെ കൊല്ലരുത്. സലാഹുദ്ദീൻ അയ്യൂബിയോട് പറയാ, സലാഹുദ്ദീൻ അയ്യൂബി ആരാണ്? കുരിശ് യുദ്ധത്തിന് അഥവാ റോമിന്റെ സൈന്യത്തോട് പോരാടിയ മഹാൻ. 10,000 ആളുകളാ റോമിൽ നിന്ന് വന്നിറങ്ങിയത്. 1000 പേരേ ഉള്ളൂ സലാഹുദ്ദീൻ അയ്യൂബിയുടെ കൂടെ റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതിയിട്ട് ലോകത്തോട് വിട പറഞ്ഞ മഹാൻ. മരണപ്പെടുന്ന സമയത്ത് കഫം പുടവയ്ക്ക് പോലുമുള്ള സ്വത്ത് സ്വന്തമായി ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഭരണാധികാരി അതാണ് സലാഹുദ്ദീൻ അയ്യൂബി. ഫാത്തിഹുൽ ഖുദ്സ്, ബൈത്തുൽ മുഖദ്ദസിന്റെ വിമോചകൻ. അന്ന് റോമാക്കാര് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു നികുതി റോമിൽ നടപ്പിലാക്കിയിരുന്നു, സലാഡിയൻ ടാക്സ് എന്ന പേരിൽ. പക്ഷേ സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് റോമിന്റെ സൈന്യാധിപനെ കയ്യിൽ കിട്ടുകയാണ്. അയാള് പറയുന്നു, കരുണ ചെയ്തുകൊണ്ട് എന്നെ ഒന്ന് വിട്ടേക്കണേ. സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹു അയാളെ കയ്യേറിയില്ല, അയാൾക്ക് വിട്ടുവീഴ്ച നൽകുകയാണ്. കാരണം വല്ലഫു ഇൻദ റസൂലില്ലാഹി മഖ്ബൂലു. ഇവിടെ ചരിത്രം എഴുതിയ ആളുകൾ ടിപ്പുവിനെ തീവ്രവാദിയാക്കിയതാണ് റളിയല്ലാഹു അൻഹു. സലാഹുദ്ദീൻ അയ്യൂബിയെ തീവ്രവാദിയാക്കിയതാണ്. അവരെല്ലാം വലിയ സൂക്ഷ്മതയുടെ നേതാക്കളാണ്. ഏതെങ്കിലും 4 ചട്ടമ്പി പിള്ളേര് കൊലവിളി നടത്താൻ മഹാന്മാരുടെ പേരിട്ട് നഗരി ഉണ്ടാക്കിയാൽ ആ മഹാന്മാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അവരുടെ ശരിയായ ചരിത്രം പഠിക്കണേ മോനെ, എന്നിട്ട് സമാധാനപരമായി നമ്മുടെ മതത്തിന്റെ പ്രചാരണം നടത്താൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുവദിക്കുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അതിന്റെ പരിധിയിൽ നിന്നാണ് നമ്മൾ ഇന്ത്യയിൽ പ്രവർത്തിക്കേണ്ടത്. ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. ഈ രാജ്യത്തോട് സ്നേഹം നമ്മുടെ അവിഭാജ്യ ഘടകമാണ്. ഇതെല്ലാ മതക്കാർക്കും സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഒരു മതക്കാരനും അടുത്ത മതക്കാരനെ കയ്യേറ്റം ചെയ്യാൻ പാടില്ല. അവന്റെ ആരാധ്യരെ ചീത്ത പറയാൻ പാടില്ല. അവരുടെ ആരാധനാലയങ്ങളെ കുറ്റം പറയാൻ പാടില്ല. അവരുടെ ആരാധനാലയങ്ങളെ കയ്യേറാൻ പാടില്ല. അവരുടെ ആരാധനാമുറകളെ കളിയാക്കാൻ പാടില്ല. സഹിഷ്ണുതയോടെ പോകേണ്ട നാടാണ് ഇത്. സൗഹാർദ്ദത്തിന്റെ രാജ്യമാണ്. മുൻഗാമികൾ അങ്ങനെ ജീവിച്ചവരാണ്. ഇവിടെ ഒരു നാശവും ഉണ്ടാക്കാൻ നമ്മൾ ഇറങ്ങാൻ പാടില്ല. നമ്മുടെ മതം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്.